നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് മോഹൻലാൽ, മറുവശത്ത് പിണറായി വിജയൻ. എങ്ങനെ ചേരും രണ്ടും? മോഹൻലാലിൻ്റെ കുണുങ്ങിച്ചിരിയും പിണറായി വിജയൻ്റെ ധാർഷ്ട്യഭാവവും രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേകതര ഭാവം വിരിയും. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൂതി, സാക്ഷാൽ മോഹൻലാൽ തന്നെയൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. തൻ്റെ ഗംഭീരമായ അവതരണം മോഹൻലാലിന് മുന്നിലാകുമ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. പഴയ കോവിഡ് കാലത്ത് അഭിനയിക്കാൻ മിടുക്കൻ മോഹൻലാലിനേക്കാൾ പിണറായി വിജയനാണ് എന്ന് കേരളത്തിന് മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിക്കൊടുത്തിരുന്നു. എന്തൊരു ഭാവാഭിനയം, എന്തൊരു കരുതൽ! കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും CPM-ന് വേണ്ടിയും സർക്കാർ ചിലവിൽ വലിയ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PR വർക്ക് ഒന്നൊന്നായി പൊളിഞ്ചടുങ്ങി, ആകെ ഗതികേടിൽ മൂക്കുകുത്തി. അപ്പോഴാണ് ചിലർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചത്. മോഹൻലാൽ പിണറായി വിജയനെ ഒന്ന് അഭിമുഖം നടത്തണം, എന്നിട്ട് അത് ചാനലുകൾക്കൊക്കെ ഒന്ന് കൊടുക്കുക. ഇത് കേരളത്തിൽ വലിയ ഹിറ്റാകും. ഇതോടെ പിണറായി വിജയൻ്റെ ഗ്രാഫ് ആകാശം മുട്ട വളരും. സംവിധായകൻ TK രാജീവ് കുമാറാണ് ഇതിന് പിന്നിൽ കളിച്ചത്. പിന്നെ CPM-നോടൊക്കെ വലിയ മമത പുലർത്തുന്ന B ഉണ്ണികൃഷ്ണനെ പോലുള്ളവരും ഇടപെട്ടു. മോഹൻലാലിൻ്റെ ഒരൊക്കച്ചങ്ങായിയുണ്ട്, തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്ന MP സനിൽകുമാർ. അങ്ങനെ സനിൽകുമാർ മോഹൻലാലിനെ ഒന്ന് പിരികേറ്റി, ഒപ്പം രാജീവ് കുമാറും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് അഭിമുഖം ചെയ്യണം എന്ന് മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ ആദ്യം മോഹൻലാലിന് അത്ര സ്വീകാര്യമായിരുന്നില്ല. തൻ്റെ ജനപ്രീതി ഇടിയുമോ എന്ന് മോഹൻലാൽ ഭയന്നു. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ്, ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിൽ ലാലിന് കുഴപ്പമാകും എന്നൊക്കെ ഇടയിലുള്ളവർ പറഞ്ഞ് ലാലിനെ ഭയപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി നേരത്തെ മോഹൻലാൽ ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഇക്കാര്യം പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി അഭിമുഖം നടത്തിയില്ല എങ്കിൽ ചൊടിക്കുമെന്നാണ് ചിലർ മോഹൻലാലിനോട് പറഞ്ഞത്. പിണറായി വിജയനുമായി വളരെ അടുത്ത ആത്മബന്ധമുണ്ട് മോഹൻലാലിന് എന്ന് പിണറായി കരുതുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി സാക്ഷാൽ മമ്മൂട്ടിയാണ്. കൈരളി TV ഉൾപ്പെടെ വലിയ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ പിണറായി വിജയൻ മമ്മൂട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അന്നൊക്കെ മോഹൻലാൽ ഒരു RSS BJP ചായ്വ് കാട്ടുന്നുണ്ടോ എന്ന ഭയം പിണറായി വിജയനിൽ ശക്തവുമായിരുന്നു. ഇപ്പോഴിതാ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് മോഹൻലാലിനെ കൊണ്ട് പിണറായി ചോദിപ്പിച്ചത്. നല്ല മണിമണിയായി പിണറായി ഉത്തരം പറയുന്നു. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന വിശാലമായ അഭിമുഖം ക്ലിഫ് ഹൗസിൽ അങ്ങനെ പിണറായി വിജയൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. കാരണം സാക്ഷാൽ മോഹൻലാലാണ് തന്നെ അഭിമുഖം നടത്താനെത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ തുടക്കം കുറിച്ചത് മോഹൻലാലാണ്. തിരുവനന്തപുരത്ത് മോഹൻലാൽ എത്തുമെന്ന് കണക്കുകൂട്ടി തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ അഭിമുഖത്തിനുള്ള ഡേറ്റ് കുറിച്ചിട്ടത്. പുറത്താരും അറിയാതെ അതീവ രഹസ്യമായി ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു ചിത്രീകരണം. തുടർച്ചയായി 2 ദിവസം വലിയ വലിയ ക്യാമറകളും ലൈറ്റുകളും ഉപയോഗിച്ച് നല്ല കിടുക്കാച്ച് ശൈലിയിലുള്ള അഭിമുഖ ചിത്രീകരണം. ആദ്യ ദിവസം ഇരുവരും അനൗദ്യോഗിക കൂടിക്കാഴ്ച നടത്തി സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാക്കി. പിറ്റേ ദിവസം എല്ലാ ആധുനിക സംവിധാനങ്ങളും അങ്ങ് ക്ലിഫ് ഹൗസിലെത്തിച്ചു. ഇന്നലെ സഭാ നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങിയ മുഖ്യമന്ത്രി അങ്ങനെ ചിത്രീകരണത്തിനിരുന്നു. കേരളത്തിൻ്റെ മുക്കും മൂലയും നിറച്ച് ഇപ്പോൾ PR വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളിലേക്ക് നോക്കിയാൽ എന്തുമാതിരി PR വർക്ക്! ഹോർഡിങ്ങുകൾ മുഴുവൻ സർക്കാർ എടുത്തിരിക്കുന്നു. പത്രങ്ങൾക്കൊക്കെ വാരിക്കോരി പരസ്യം. എന്നാൽ ഈ പരസ്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നവൻ്റെ തലച്ചോറ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ചിലർ പറയുന്നു ഈ ബസ്സുകളിലൊക്കെ വരച്ചുകൂട്ടി വെച്ചിരിക്കുന്നത് എന്തൊരു വൃത്തികെട്ട പരസ്യവാചകമാണെന്ന്. നേരെ ചൊവ്വേ ഒരു പരസ്യവാചകം എഴുതാനറിയാത്തവരാണ് ഇപ്പോൾ PR വർക്കുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ശ്രീകുമാർ മേനോനെ പോലെയുള്ളവരുടെ സഹായം തേടിയിട്ടുണ്ട് ഇതിനൊക്കെ സർക്കാർ എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ ആഴം പരിശോധിക്കേണ്ടത്. PR പൊളിഞ്ഞടങ്ങി പണ്ടാരമടങ്ങി നിൽക്കുന്നു. PR വർക്കിൻ്റെ ഒരു കേന്ദ്ര രൂപം നമ്മൾ AKG സെൻറ്ററിൽ കണ്ടതാണ്. സാക്ഷാൽ MP നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സംഘം തമ്പടിച്ച് വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇതിനിടയിൽ ദേശാഭിമാനിയിലെ 3 സീനിയർ എഡിറ്റർമാർ നികേഷ് കുമാറിനോട് കലഹിച്ച് പുറത്തിറങ്ങി. MP ഗോവിന്ദൻ്റെ ജാഥയിൽ കാണിച്ച ഒരു PR തന്ത്രം പാളിയതാണ് നികേഷ് കുമാറിന് അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. പണ്ട് അഴീക്കോട് മത്സരിച്ചപ്പോൾ അന്ന് കിണറിലിറങ്ങി വെള്ളം കോരിയ നികേഷിന് കിണറേഷ് എന്ന പേര് വീണതൊക്കെ
പഴയകാല കഥകളാണ് എങ്കിൽ അടുത്തതായി പുറത്തിറക്കിയ ചിത്രം മൊയ്തീനിക്കയുടേതായിരുന്നു. വേദിയിലേക്ക് കടന്നു വന്ന എം വി ഗോവിന്ദന്റെ മുന്നിൽ ഇതാ മൊയ്തീനിക്ക കടന്നു വരുന്നൊരു പാവം സാധു മനുഷ്യൻ. തുടർന്ന് 2000 രൂപയുടെ 500-ന്റെ 4 നോട്ടുകളെടുത്ത് എം വി ഗോവിന്ദന്റെ കയ്യിൽ കൊടുത്തതിന് പെൻഷൻ കിട്ടിയ പണമാണ്, പാർട്ടിക്ക് സംഭാവനയായി ഞാൻ നൽകുന്നതാണ്, ഈ സർക്കാർ വരണം എങ്കിലേ ഇനിയും പെൻഷനൊക്കെ കിട്ടൂ എന്ന സാധു മൊയ്തീനിക്ക പറയുന്നു. പണം തിരികെ മൊയ്തീനിക്കയെ ഏൽപ്പിച്ച് പണം കൈപ്പറ്റിയതായി ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഗോവിന്ദൻ പറഞ്ഞു. എന്തൊരു മഹാമനസ്കത! എന്നാൽ പുറത്തിറങ്ങിയ മൊയ്തീനിക്ക ഉള്ള സത്യം സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു പറഞ്ഞത് പിന്നീട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടു. പാർട്ടി സഖാക്കൾ പറഞ്ഞത് താൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊക്കെ നികേഷിന്റെ ബുദ്ധിയായിരുന്നു. എം വി ഗോവിന്ദന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ് എം വി നികേഷ് കുമാർ. PR വർക്കിന്റെ പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോടതി എറിഞ്ഞുടയ്ക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ സ്പാർക്ക് ഡേറ്റ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചതാണ് പിണറായിക്കും ഭരണകൂടത്തിനും ഏറ്റവും ഒടുവിൽ വന്ന കുരുക്ക്. ഇന്നിതാ ഈ നടപടി പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ഈ നിരീക്ഷണം. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തു. ശമ്പള പരിഷ്കരണം, DA വർധനവടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കും സന്ദേശം അയച്ചു. അതാണിപ്പോൾ ഭരണകൂടത്തിന് കുരുക്കായത്. ഒരു വ്യക്തിയുടെ അനുമതിയില്ലാതെ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് എന്നതാണ് നിയമപ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് ഈ സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചത് എന്ന് കോടതി ചോദിച്ചു. ഉത്തരം പറയാനില്ലാതെ മുട്ടിടിച്ചു നിൽക്കുകയാണ് ഭരണകൂടം. ഇത്തരം വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടയിൽ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചത് എന്നതാണ് സർക്കാരിന്റെ ന്യായീകരണം. എന്നാൽ അങ്ങനെയല്ലെന്നും സർക്കാരിൽ നിന്നൊരു ഗുണഫലവും പറ്റാത്തവർക്കും സന്ദേശങ്ങൾ ലഭിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്തു സുരക്ഷ ഇവിടെയുണ്ട് എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുന്ന ഭരണകൂടം. മറുവശത്ത് പാവം മോഹൻലാലിനെ ഇറക്കി അന്തിക്കളിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. മോഹൻലാലെങ്കിൽ മോഹൻലാൽ, ഒപ്പം ചേർത്ത് പിണറായി തന്റെ വ്യക്തിഗത ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമം. തുടർച്ചയായി പാളുന്ന PR തന്ത്രങ്ങൾ. ഒടുവിൽ മോഹൻലാലിനെ തന്നെ കളത്തിലിറക്കി പിണറായി വിജയൻ ഏറ്റവും വലിയ നമ്പർ തുടുക്കുമ്പോൾ അത് കേരളത്തിൽ യേശുമോ അതോ മോഹൻലാലിനെ ഇനി ജനം കൂവി ഓടിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.